ഹലോ ഗെയ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അടിപൊളി ജിമിക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കുപ്പിയുടെ അടപ്പ് ഭാഗമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അടപ്പെന്ന് പറയുമ്പോൾ കറക്റ്റ് അടപ്പല്ല, അതായത് ഇതൊരു ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലാണ്. ഇതിൻ്റെ അടപ്പ് ഊരി കഴിഞ്ഞിട്ടുള്ള ദ്വാരമൊക്കെയുള്ളൊരു ഭാഗമാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്തിരി ബോട്ടിലൊക്കെ ഉള്ളവരൊക്കെ അത് എടുത്ത് വെച്ചേക്കുക, നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒഴിഞ്ഞ ബോട്ടിലിൻ്റെ അടപ്പയിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ആക്രിലിക് കളറ് അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഏതെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കളറ് കുറച്ച് കട്ടിയായിപ്പോയി, അതുകൊണ്ട് അത്ര ഫിനിഷിങ് വന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ 2 അടപ്പയിൽ നമ്മൾ മെറൂൺ കളറൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, അതിനി ഉണങ്ങണം. ഇനി അതുപോലെ തന്നെ നമ്മുടെ കമ്മലിൻ്റെ സ്റ്റഡ്, പഴയ സ്റ്റഡാണെങ്കിലും മതി, വർക്കൊന്നും ഇല്ലാത്ത സ്റ്റഡിൻ്റെ ബേസ് നമ്മൾ എടുക്കുക, അതിലും പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ഭാഗത്ത് ഒരു സിൽവർ ആൻറ്റിക്ക് കളർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മുത്താണ്, ഇത് വെറും മുത്തല്ല, നമ്മുടെ പ്രസ് ലോക്ക് ചെയ്തെടുത്തിട്ടുള്ള മുത്താണ്. പ്രസ് ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോളുകളിൽ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ പ്രസ് ചെയ്തിരിക്കുന്ന ബീഡ്സ്. അപ്പോൾ ആ മുത്തുകൾ ഒരു ഷോളിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സാധാ മുത്തെടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് തെറിച്ച് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ മുത്തുണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ സാധാ മുത്തെടുക്കുക. അപ്പോൾ ഞാൻ ഫെവിക്വിക്ക് പശ ഉപയോഗിച്ച് ഈ അടുപ്പിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ പശ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വൈറ്റ് മുത്ത് നമ്മളിതുപോലെ അതിൻ്റെ ആ ക്ലിപ്പ് വന്നിരിക്കുന്ന ഭാഗം നോക്കി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാത്ത് പോലെ കിടക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാനതിന് ചൂസ് ചെയ്തത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, മുത്ത് മാത്രം ഒട്ടിച്ചാൽ മതിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളൊന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന ഇതുപോലെയുള്ള ജിമിക്കയുടെയൊക്കെ ഷേപ്പുള്ള അടപ്പുകളൊക്കെ ഒന്ന് കളയാതെ വെക്കുക. ഒരുപാട് നല്ല ക്രാഫ്റ്റുകൾ നമ്മൾ ചെയ്യാം. ഓർണമെൻറ്റ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ 2 കമ്മലയിൽ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്, ബീഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പൂവ്, കമ്മലിൻ്റെ പൂവ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്മലിൻ്റെ ബേസ്, അതായത് കമ്മലിൻ്റെ പൂവിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു 4 മുത്ത് കൂടെ ഒട്ടിച്ച് കൊടുക്കണം. പോരുന്ന വിധം നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾ വളരെ കെയറായിട്ട് ചെയ്യുക. ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറേ പ്രാവശ്യം സ്ലിപ്പായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ക്ഷമയോടെ നല്ല രീതിയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സൈഡിൽ ഒട്ടിച്ചു, ഇനി 2 ഭാഗത്തൂടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഒട്ടിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 4 മുത്തെടുത്താണ് ഒട്ടിച്ചേക്കുന്നത്. 4 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാം. അപ്പം ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് പശ നന്നായിട്ട് കൊടുക്കണം. നന്നായിട്ട് പശ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ള പശ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പറ്റിയാൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് പഴയ കമ്മലിൻ്റെയൊക്കെ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ച് കൊടുക്കുക. മെറൂൺ കളറൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ഞാനിവിടെ സ്റ്റോൺ വെച്ചിട്ടില്ല, അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തി ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ജിമിക്കയുടെ പാർട്ടും ഉണ്ടാക്കി അതിൻ്റെ കമ്മലിൻ്റെ ഭാഗം ഉണ്ടാക്കി, ഇത് തമ്മിൽ നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതിന് മുന്നായിട്ട് ചെറിയ പരിപാടിയോടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗത്തുകൂടെ കൂടി നമ്മൾ ഈ മുത്തൊന്ന് ചെരിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്.
നമ്മുടെ സ്വർണ്ണ ജിമിക്കയിലൊക്കെ ഇങ്ങനെ അരിമ്പുകൾ തെറിച്ച് നിൽക്കുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് നമ്മളിത് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരും അങ്ങനെ ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപയുടെ സ്റ്റോൺസൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിക്കാം, എന്നാലും ഭംഗിയാവും. പിന്നെ സ്റ്റോൺസിൻ്റെ ചെയിനൊക്കെ കിട്ടും, അതൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമായിരിക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ തെറിച്ച് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും. കറുത്ത കളറിലെ നെയിൽ പോളിഷോ അല്ലെങ്കിൽ അക്രിലിക് കളറൊക്കെ ചൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും കൂടുതൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു വെറൈറ്റിക്ക് മെറൂൺ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതെടുത്തപ്പോൾ കുറച്ച് കട്ടിയായിപ്പോയി. പഠിച്ചതിൽ കുറച്ച് പോരായ്മയുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ബാക്കി നിങ്ങൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ടല്ലേ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തൂടെ ഒരു മുത്ത് കോർത്തിട്ട് ഒരു കമ്പി, ഒരു കെട്ടുകമ്പിയോ എന്തേലും അതൊരു മുത്തയിൽ ഉടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെളിയിൽ കൊണ്ടുവന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ കൊളുത്തേൽ ഉടക്കി നമുക്ക് ഈ പൂവ് അതിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഉടക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല സൂപ്പർ ജിമിക്കി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഇത് വലിയ വലിപ്പമൊന്നുമില്ല, അത്യാവശ്യം എല്ലാവർക്കും ചേരുന്നതാണ്. വലിയ വലിപ്പമുള്ള ജിമിക്കിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ബോട്ടിൽ സെലക്ട് ചെയ്തത്. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോരായ്മകളൊക്കെ നിങ്ങൾ പറയുക, എന്നാലേ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.